ഹായ്, ഞാൻ സീനത്ത്. ഞങ്ങളിപ്പോൾ ഉള്ളത് സൗദി അറേബ്യയിലാണ് കേട്ടോ. ഐഷമോളുടെ ഉപ്പാക്ക് പാലക്കാടൻ ബിരിയാണി ഫ്രണ്ട്സുകൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറേ സാധനങ്ങൾ കൊണ്ടുവന്നു. പിന്നെ കുറേ സാധനങ്ങൾ ഇവിടെ നിന്ന് മേടിച്ചിട്ട് ഞങ്ങൾ ഇന്ന് പാലക്കാടൻ ബിരിയാണി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അതിനിടയ്ക്ക് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ദാഹം വന്നപ്പോൾ ഐഷമോൾ എനിക്ക് ഷെയ്ക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഷെയ്ക്ക് കുടിച്ചിട്ടാണ് ഇനി അടുത്ത പരിപാടി. അങ്ങനെ നമ്മൾ ഈ വേണ്ട സാധനങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അളവുകളൊക്കെ നിങ്ങൾക്ക് ഉള്ള ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. നമ്മൾ പച്ചമുളക്, സബോള, തക്കാളി, പുതിന, മല്ലിയില, ബീഫ്, നാരങ്ങ, അങ്ങനെയൊക്കെയാണ് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ കേട്ടോ. നമ്മുടെ സൺഫ്ലവർ ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ പട്ടഗ്രാമ്പ് ഏലക്കൊക്കെ ഇട്ട് അത് ഒന്ന് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ സബോള അതിനകത്തേക്ക് ഇടുന്നുണ്ട്. അത് നന്നായി വഴന്ന് വന്നതിന് ശേഷം പച്ചമുളകും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നല്ല പഴുത്ത തക്കാളി എടുത്തിട്ട് അതും ഇതുപോലെ ആ എണ്ണയ്ക്കകത്ത് നന്നായി വരുന്നതിന് ശേഷം നമ്മൾ ഗരം മസാല, പുതിന, പിന്നെ അതേപോലെ തന്നെ മുളക് പൊടി, പിന്നെ മീറ്റ് മസാല, ഇതെല്ലാം അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാതും നല്ല പച്ച സ്മെല്ല് മാറോളം ഇളക്കിക്കൊണ്ടിരിക്കണം. അതിനുശേഷം നല്ല ഫ്രഷ് തൈര്, കട്ട തൈര്, പുളിക്കാത്ത തൈരും നല്ല നാടൻ നെയ്യും, അത് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. എല്ലാം കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പത്തിരിപ്പാലയിൽ നിന്നും ഞങ്ങളുടെ കൂടെ ഫ്ലൈറ്റ് കയറി വന്ന നമ്മുടെ ബീഫ് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും അതിനകത്ത് മസാലയൊക്കെ പിടിച്ച് നന്നായിട്ട് ഇളക്കി ഇങ്ങനെ എടുക്കണം. അതിനുശേഷം നമ്മൾ തിളപ്പിച്ച് വെച്ച വെള്ളത്തിനൊക്കെ അളവുണ്ട്. തിളപ്പിച്ച് വെച്ച വെള്ളം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ കഴുകി വാരവെച്ച അരി അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അതങ്ങനെ നമ്മൾ ഇളക്കി വെള്ളമൊക്കെ ഏകദേശം വറ്റി വരുന്നുണ്ട്. നമ്മുടെ ഫ്രഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റാവുത്തർ ബിരിയാണി ഫ്രണ്ട്സുകൾക്കൊക്കെ കൊടുത്ത് അവരൊക്കെ നല്ല അഭിപ്രായങ്ങൾ പറയാം. കാണുന്നത് പോലെ അല്ല, തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ്. അതിന്റെ സംസാരം കേൾക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ.